അറബിക്ക് ഫോണിൽ സ്റ്റോറേജ് സീനാണ്. അപ്പോൾ CPM തന്നെ കളയും എന്നൊക്കെ രീതിയിലൊക്കെ എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുള്ള. എനിക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ എടുത്ത് കളയും. അവന് റീല് ഇറക്കി അബൂ സലീം ആവുള്ളതാണ്. അതുകൊണ്ട് എന്തായാലും അത് മാത്രമേ നോക്കൂ. അതുകൊണ്ട് BGMI ഒന്നും ഇനി ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാപ്റ്റനുമായി അവൻ ഇടയ്ക്ക് വരുമായിരിക്കും. അവനെ മാത്രം കാത്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ അവൻ വല്ലപ്പോഴും വരും, അവനൊരു തോന്നുമ്പോഴേക്ക് വന്ന് കയറും. മനസ്സിലായില്ല? എന്തായാലും ഞാൻ പ്രോപ്പറായിട്ടുണ്ടായിരിക്കും. പ്രോപ്പറായിട്ട് കളിക്കാൻ നോക്കാം. സമയം ഉണ്ടല്ലോ, അനുസരിച്ച് നോക്കാം. എടാ ഇത് ഇന്ന് കണ്ട എടാ, ഇന്ന് ബെസ്റ്റ് സംഭവം നടന്നേ. ഇന്ന് എനിക്ക് കയറി കുറേ സാധനങ്ങൾ കിട്ടി. ഇത് കണ്ട, മെയിനായിട്ട് കിട്ടിയ സാധനം കണ്ട. ഇത് W or what? ഞാൻ എന്നെ പറ്റി കൊള്ളുക, നിങ്ങൾ തന്നെ പറ. W or what? ഗോസ്റ്റ് സ്കിന്നാണ്. ഗോസ്റ്റ് എത്ര മാസ്ക് ഗോസ്റ്റ് സ്കാർഫ് സ്കിൻ എനിക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഉടുപ്പ്, പിന്നെ വേറൊരു ഉടുപ്പ് ആണ്. ഇതും കിട്ടി, ഇത് കിട്ടി. പിന്നെ ഫുൾ ബണ്ടിൽ അത് വേണ്ട, അതായത് കുഴപ്പമില്ല. അതിൽ കുറേ കിട്ടി. കാരണം വെച്ചാൽ കുറേ സ്പിൻ ചെയ്യാനൊക്കെ എന്തെങ്കിലും സാധനം കിട്ടി. സ്പിൻ ചെയ്തപ്പോൾ ഇതൊക്കെ കിട്ടി. പിന്നെ സ്കാർഫ് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും ഇത് അതിന് ശേഷം കിട്ടിയാണ്. സ്കാർഫ് W or what? അത്ര ഞാൻ ചോദിക്കുള്ളൂ. സ്കാർഫ് W or what? കളത്തി എന്തിരി ഇനിയും കളത്തി എന്തിരി? സൗണ്ട് എത്തി കുറയ്ക്കാം. ഓക്കെ, ഇപ്പോൾ സൗണ്ട് ഒരു ഓക്കെ ആയല്ലോ. സൗണ്ട് ഒരു ഓക്കെ ആയല്ലോ. ഓക്കെ. എടാ ഇതിൽ പുതിയ ഇവൻ്റ് ഇതാണ്. സ്പൂക്കി ആണല്ലോ ഇപ്പം. ഫ്രോസ്റ്റി ഫൺലാൻഡ് 5 ദിവസം കഴിയുമ്പോൾ ഫ്രോസ്റ്റി ഫൺലാൻഡ് പറഞ്ഞിട്ടുണ്ട്. മുത്തേ നോക്കാം. എടാ ഇത് പ്രോപ്പറായിട്ട് കളിക്കാൻ നോക്കാം കേട്ടോ. എന്തായാലും BGMI എടുത്ത് പ്രോപ്പർ സ്ട്രീം ചെയ്യാൻ നോക്കാം. അത് തന്നെ പ്രോപ്പർ സ്ട്രീം. BGMI മെയിനായിട്ട് കളിക്കാൻ നോക്കാം. BGMI കളിക്കാൻ നോക്കാം. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. മാപ്പും അതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇതിൽ വേറെ കാണിക്കാൻ എന്തിനാണുള്ളത്? ഇതിൽ ഞാൻ ഇതിന് വല്ല കാണിക്കാറുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ഇനി കളക്ഷൻ കാണിച്ച് ഇതിപ്പോൾ കുറച്ച് കിട്ടിയത് കാണിച്ച്. ഇതിൻ്റെ അകത്ത് എനിക്ക് ഇത് കിട്ടിയല്ലേ, ഇത് കിട്ടി. എടാ പിന്നെ എനിക്കൊരു നെയിം ചേഞ്ച് കാർഡ് ഫ്രീ ആയിട്ട് തന്നു. ഇവന്മാരി ഒരു കാര്യത്തിൽ W. നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം കയറുവാണെങ്കിൽ ചിലപ്പം ഗരീനല്ല, ഇവന്മാർ ചിലപ്പം ഫ്രീ ആയിട്ട് ഇത് തരും. ഒരു നെയിം ചേഞ്ച് കാർഡ് തരും. അത് നല്ല W ആണ്. അത് എനിക്കിപ്പോൾ കിടപ്പുണ്ട്. പക്ഷേ എനിക്ക് പേര് മാറ്റണ്ട. ഓൾറെഡി IG റെഡ് ഫോക്സ് ആണ് കിടക്കുന്നത്. എനിക്ക് മാറ്റണ്ട. എടാ പിന്നെ എനിക്ക് ഇവിടെ ഏതൊരു സാധനം കിട്ടിയായിരുന്നു. അവിടെ ഒരു തല വെക്കുന്ന ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു. അതിന് കിട്ടി. എടാ ഇത് കൊള്ളാം. എടാ ഇതെനിക്ക് അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുന്നു. സ്പിൻ ചെയ്യാം. എടാ സ്പിൻ ചെയ്ത് നോക്കാം. നല്ല വല്ലതും കിട്ടുമോ നോക്കാം ചേട്ടേ. എടാ എന്തൊരു സാധനം കൊള്ളാമോ? എടാ എന്തിനാണ് കൊള്ളാമോ? കുഴപ്പമില്ല. പക്ഷേ ഇത് കിടക്കെടുത്ത് വൈറ്റത്തിൽ കൂടെ കുഴപ്പമില്ല തോന്നും. എടാ ബിഗിനിയറാണേ, അത് നിങ്ങൾ ആലോചിക്കണേ. ന്യൂബാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ന്യൂബാണ്, പുതിയ പ്ലെയറാണ്. അല്ല അങ്ങനെയല്ല, 5 വർഷത്തിന് ശേഷം ഇപ്പോൾ വന്ന് കളിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു ഇതുമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് കളിക്കാനുള്ള ഒന്നുമില്ല. മനസ്സിലായില്ലേ? ജീവിതത്തിൽ ഈ ഗെയിം പ്രാക്ടീസ് പോലും ചെയ്തിട്ടില്ല. അപ്പം ഇപ്പം അത്രയും വർഷങ്ങൾക്ക് ശേഷം കൂടെ ഒന്ന് കളിക്കുമ്പോൾ അതിൻ്റെ ഒരു ലൊട്ടയുണ്ട് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണേ. കാര്യമുണ്ട്, കാര്യം പറയാമല്ലോ. അല്ലാതെ അത് ഇതാക്കല്ലേടാ, കാര്യം പറയാം. അത് ഇതാക്കല്ലേ. പുതിയ പ്ലെയറായിട്ടും കണ്ടാൽ ഇത് തന്നെ. എടാ ഈ അക്കൗണ്ടിന് എത്ര വർഷം? ഈ അക്കൗണ്ട് അന്ന് എടുത്ത് വെച്ചാണ്. എടാ ഈ അക്കൗണ്ടിന് 2-4 വർഷം. അപ്പം ഇതിനെക്കാളും കറക്റ്റ് എന്നാ ഡേറ്റ് എനിക്ക് കിട്ടണില്ല. ഇതിലൊന്നും ഞാൻ കളിച്ചിട്ട് പോലും ഇല്ല. എൻ്റെ ഒരു BGMI അക്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ പോയാൽ അതൊക്കെ അത് പോയി. ആ പോക്കങ്ങ് പോയി. അണ്ടറാങ്ക്. എടാ ഇതൊന്ന് കളിച്ചു നോക്കാം. ഇത് കളിച്ചു ഇപ്പോൾ ഏവനെ ക്യാപ്റ്റനോട്ടെ ഓൺലൈനുണ്ട്. ഓൺലൈനില്ല. ഓക്കെ അണ്ടറാങ്കഡ് പോകണ്ട. റാങ്ക് തന്നെ പോവും. അതല്ലേ നല്ലത്. അണ്ടറാങ്കഡ് പോകണോ ലോട്ട? അണ്ടറാങ്കഡ് പോകണ ലൊട്ടയാകും. അണ്ടറാങ്കഡ് വേണ്ട. നമുക്ക് റാങ്ക് തന്നെ പോകാം. റാങ്ക് അതിൻ്റെ അകത്ത് എന്നാണ് ഈ സീസൺ എൻഡ് ചെയ്യണം? അതൊക്കെ എവിടെയാണ് എൻ്റെ അകത്ത്? ഞാൻ മറന്നുപോയില്ല. അവിടെ വെക്ടറിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം. വെക്ടർ ഇവിടെ ഉണ്ടായിരുന്നില്ല. വെക്ടർ വന്ന് അത് ഈ എന്താ BGMIയിലാണോ PUBG-ആണോ BGMI ആണോ? BGMI ഞാൻ കളിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ലല്ലോ. BGMI ഞാൻ അങ്ങനെ കളിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വർക്ക്ഷോപ്പ് ഞാൻ കളിച്ചിട്ടുണ്ടാടാ. അതിപ്പോൾ അറിയാമല്ലോ. വെക്ടറിനെ എടുത്തോട്ടെ. എടാ അന്ന് ഇവരാരും ഇല്ലായിരുന്നു. വെക്ടർ ഫസ്റ്റ് ടൈം വന്ന ടൈമായിരുന്നു. വെക്ടർ ആദ്യമായിട്ട് വന്ന സമയത്തൊക്കെ ആയിരുന്നു ഞാൻ കളിയൊക്കെ ഏകദേശം അവസാനിപ്പിച്ച ആ ഒരു എന്ന് വെച്ചാൽ ബാനൊക്കെ അടുത്ത് വന്ന ആ ടൈമാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടാൻ ആ ടൈം. എനിക്ക് വെക്ടർ വന്നെന്ന് ഈ കാണിക്കിൻ്റെ അകത്ത്. ഇത് ഞാൻ പണ്ട് കംപ്ലീറ്റ് ആക്കി വെച്ചാണ്. എന്തോ
ക്യൂക്ക് ലെവലപ്പ് വെക്റ്റർ ഇതൊന്നും കിട്ടൂല. ഇത് കിട്ടുമല്ലോ നമുക്ക്. ഓക്കെ, അത് കൊള്ളാം. ഇതെന്തായാലും വെക്റ്റർ ആ സമയത്ത് വെക്റ്റർ മാത്രമേ ഉള്ളായിരുന്നെന്നാണ് തോന്നുന്നത് കേട്ടോ എനിക്ക്. എടാ വെക്റ്ററിനെ മാറ്റാം. എടാ എൻ്റെ ഉടുപ്പില്ലോട്ടെ എല്ലാം കൂടെ ഉടുപ്പെടുത്തോട്ടെ. ചെരുപ്പും ഓക്കെ ചാറ്റ് ലെറ്റ്സ് ഗോ. ഒരു മാച്ച് കളിക്കണം. റാങ്കിൾ പോകണം. ഫസ്റ്റ് റാങ്ക്. എടാ എന്തൊരു ഷാഹോക്ക് ന്യൂസ മിറാമർ വീക്കണ്ടി. മിറാമർക്ക് അന്ന് ഫസ്റ്റ് ടൈം വന്നൊരു സമയം ഉണ്ടായിരുന്നില്ലേ, മിറാമറൊക്കെ ആദ്യമായിട്ട് വന്നു. ആ ടൈമിലൊക്കെ കറക്റ്റ് ഉണ്ടോ ഇതെല്ലാം നമുക്ക് കളിക്കാം. ന്യൂ ഇവൻറ്റ് കളിക്കണോടാ. ഇവൻ്റ് അല്ല, നമുക്ക് ഏതെങ്കിലും വീക്കെൻഡ് കളിക്കാം. വീക്കെൻഡ് കളിക്കാം. എന്തായാലും ഈ സീസൺ ഇനി പെട്ടെന്ന് കഴിയും. എത്ര 10 ദിവസമാണ്ടേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് നേരത്തെ 10 ദിവസം ഉണ്ടെന്നാണ് കാണിച്ചത്. അതുകൊണ്ട് സീസൺ എത്ര? സൈക്കിള് 25, സൈക്കിൾ 9, സീസൺ 25. 18 ഓ 11 മാസം 18 തീയതി. 18 എന്ന് പറയുമ്പോൾ ഇനി എത്ര? 11 എന്ന് പറയുമ്പോൾ നവംബർ ഡിസംബറാണ്. എടാ എന്തായാലും നോക്കാം. എന്തായാലും ജസ്റ്റ് ഒരു വീക്കെൻഡി പോവാം. വീക്ക് എടാ ഗ്രാഫിക്സ് ഉണ്ടല്ലോ. ഗ്രാഫിക്സ് എവിടെ? ഗ്രാഫിക്സ് വേണ്ട. ബാലൻസിൽ അൾട്ര നോക്കാം. എടാ ഇതും മറ്റോമാരെ പോലെ ഇത് എന്തരാണ് സ്റ്റാർട്ട് ആവില്ലടാ. ഇത് പണ്ട് ഗരീനൊരു ടൈമിൽ നമുക്കറിയാലോ BGM ഒരിക്കലും VR സ്റ്റാർട്ട് ആവില്ല. ആ ലെവലിൽ പോയാന്തോ കാര്യം പറയാനല്ല. എടാ എന്തായാലും കുറച്ച് നാളിന് ശേഷം തിരിച്ചു വരാമെന്ന് പറയാൻ കേട്ടോ. ഞാൻ ചിലപ്പോൾ വച്ചിട്ട് പോയാലും സംശയമുണ്ട് കേട്ടോ. എടാ നിങ്ങൾ അങ്ങനെ പൂർണ്ണമായിട്ടൊരു തിരിച്ചു വരവായിട്ട് നോക്കണ്ട കേട്ടോ. കാര്യം പറയാല്ല. എന്ന് വെച്ചാൽ എനിക്കിത് എന്നും കളിക്കുമ്പോൾ അതുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ സമയം അതിനനുസരിച്ച് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. മനസ്സിലായില്ലേ? കാരണം വെച്ചാൽ ഉദറിങ് വേവ് കളിക്കണം, CPN 2 കളിക്കണം. അതൊക്കെ ഇനി അർജൻറ്റ്. അത് വെച്ചാൽ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. CPN 2 വിട്ടുപോകത്തില്ല, ഉദറിങ് വേവ് വിട്ടുപോകത്തില്ല. അതിനിടെ ഇത് പ്രോപ്പർ പ്രാക്ടീസ് പ്ലസ് പ്രാക്ടീസ് ഇനി ചെയ്യാൻ സമയം കിട്ടും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു 2 മാസം 3 മാസത്തെ ഗ്യാപ്പിൽ. പക്ഷെ എന്നാലും നോക്കാം. BGM കൂടെ കളിക്കാം. അപ്പോൾ തന്നെ 3 ഗെയിം. അതിനിടയിൽ എനിക്ക് ഷാഡോ ഫൈറ്റ് അതിൻ്റെ എന്തെങ്കിലും അത് നോക്കി ഇപ്പം ഈ ഗെയിമിൽ തന്നെ ഈ ഒരു ലൈവിൽ തന്നെ അതിൻ്റെ എൻഡ് കളിച്ച് തീർക്കാണെന്ന് നോക്കാം കേട്ടോ. ഇന്ന് ഈ ഒരു ലൈവിൽ തന്നെ കളിച്ച് തീർക്കാൻ നോക്കാം. അത് കളിച്ച് തീർത്ത് അതെടുത്ത് കളയാം. മനസ്സിലായി? അപ്പോൾ കുറച്ച് സ്റ്റോറേജും കിട്ടും. അതേപോലെ തന്നെ NBA എന്നൊരു ഗെയിം ഉണ്ട്. അത് ഡബിൾ ഗെയിമാണ്. പക്ഷെ ഒരുത്തനും കേരളത്തിൽ അറിഞ്ഞൂടാ. ഞാൻ മാത്രമേ കളിക്കൂ. എടാ മയിൽ എന്താടാ ഇത്? ഒരു ദാരിദ്ര്യം പിടിച്ചത് സ്റ്റാർട്ടാവൂല. എന്തത്? എടാ ഇത് എന്താടാ ഇത്? എടാ BGM മറ്റേ VR മറ്റേ ഇതിൽ ഇതുപോലെ ആടാ. ഫ്രീ ഫയർ പണ്ടൊരു കാലത്ത്, പണ്ടല്ല കുറച്ചൊക്കെ മുന്നേ VR ഒക്കെ സ്റ്റാർട്ടാവണേ തന്നെ 2 മിനിറ്റ് 3 മിനിറ്റ് ആവുമായിരുന്നു. എന്ത് സ്റ്റാർട്ടാവാത്ത ലൊട്ടയായ? ഇല്ല അങ്ങനെയൊന്നും ആവില്ല. എന്തായാലും നോക്കാം. അത് CPN 2, ഉദറിങ് വേവ്, BGM ഇത് 3 മെയിനായിട്ട് കളിക്കേണ്ടത്. നോക്കണം. എടാ ഒരു സീസ് നോക്കാം. അത് പറയല്ല പറഞ്ഞാൽ ശരിയാവില്ല. പറയുമ്പോൾ ഇനി പറയണ്ട പറഞ്ഞിട്ട് നമുക്ക് നടന്നില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഇപ്പം പറയണ്ട. എടാ പിന്നെ സ്കോഡിലൊട്ടൊന്നുമില്ല. ഇവനെ നോക്കണ്ട. ആരാ? ക്യാപ്റ്റനെ നോക്കണ്ട. അവൻ വല്ലപ്പോഴും വന്ന് കളിക്കും പോവും. അതാണ് മനസ്സിലായില്ലേ? അവൻ കറക്റ്റ് ടൈമിലൊന്നും വരില്ല. എപ്പോഴെങ്കിലും വരും. അവൻ കളിക്കുക എപ്പോഴെങ്കിലുമൊക്കെ വരും. അല്ലാതെ ഒരു പ്രോപ്പർ പുഷിനൊന്നും എന്തായാലും കാണുമെന്ന് ഉറപ്പാണ്. അതല്ലാതെ നോക്കണത് വേണ്ടേ ഇവൻ കാട്ടറവി. ഇവനെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇവൻ ഒന്നാമത് കളിക്കാൻ അറിഞ്ഞൂടാ. മനസ്സിലായില്ലേ? ജീവിതത്തിൽ ഇത് കളിച്ചിട്ടുണ്ടെന്ന് തന്നെ സംശയമാണ്. പോരത്തിന് ഇവൻ ഞാൻ പോയി എന്നെ വിളിച്ചിട്ട് ഇവന് സ്റ്റോറേജ് ഇല്ലെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. എന്തായാലും നോക്കാം. ക്യാപ്റ്റൻ വരുവാണെങ്കിൽ വരട്ടെ. അവനെ ഇടയ്ക്ക് റാങ്ക് പുഷ് ചെയ്യാം. പക്ഷേ സൗണ്ട് മൈക്കോണെ കളിക്കാൻ ഡബിൾ ഞാൻ നോക്കാം കേട്ടോ. ഞാൻ ക്ലിപ്പ് ഒന്ന് എടുത്ത് വച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോൾ പ്രസമിൽ തന്നെ ഓൾറെഡി മൈക്ക് എന്തര ഒരു പോലെ ഉണ്ട്. ഞാൻ നോക്കട്ടെ. അത് വന്ന് ഞാൻ നോക്കാം അത്രയേ ഉള്ളൂ. ഒരു ഫുൾ ഉറപ്പ് തരാനില്ല. ഇതിൽ ഫ്രീ ഫയർ ഞാൻ അത് ചെയ്യാനില്ല. ക്ലിപ്പ് അത് ചലഞ്ചാണ്. അതിനിടയിൽ ഇനി ഇതെടുത്തുകൊണ്ട് വരത്തില്ല. എനിക്ക് ആ ചലഞ്ച് എങ്ങനെ തീർക്കണം അത് ഞാൻ എടുത്ത് വച്ച എന്തായാലും ഞാൻ ചെയ്തിരിക്കണം. ആ ചലഞ്ച് ഞാൻ ചെയ്തിരിക്കും. എടാ ഇത് എന്ത് ഗെയിം? എടാ BGM നിങ്ങൾ പറയടാ ഇത് എന്താടാ നടക്കണ? എടാ CPM കളിക്കും കേട്ടോ. CPM കളിക്കും. ഷാഡോ വിറ്റൊക്കെ എനിക്ക് കളിച്ച് ഫിനിഷ് ആക്കണോടാ. കാരണം വെച്ചാൽ അത് ഫിനിഷ് ആക്കിയാൽ ഒരു 5-8 GB എനിക്ക് എൻ്റെ ഫോണിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റും. മനസ്സിലായി? കളിച്ച് നമ്മളൊരു ഏകദേശം ഒരു 3/4 ഭാഗത്തോളം എത്തിയതാണ്. അത് കാണാൻ താല്പര്യം കുറച്ച് പേർക്ക് കാണും. എന്നാലും കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടോ.
അതൊക്കെ ഈ ലൈവ് തന്നെ കളിക്കുന്നുണ്ട്, കളിച്ച് തീർക്കണമുണ്ട്. കാരണം ഇന്നത്തെ സമയമുണ്ട്, നാളെ ഒന്നും അങ്ങനെയല്ല. നാളെ ചലഞ്ച് കളിക്കണം, പിന്നെ ഇത് തന്നെ കളിക്കാനുണ്ട്. പിന്നെ CP2 അപ്ഡേറ്റ് ബീറ്റ ഞാൻ ചെയ്യാനില്ല ഇപ്പം. ബീറ്റ മെയിൻ വരട്ടെ അപ്പോൾ തന്നെ നമ്മൾ ബാക്കിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കാം. നോക്കാം. എടാ പിന്നെ സ്കോഡൊക്കെ ഉണ്ടായാലും കണ്ടല്ല, ഞാൻ സ്കോഡിൻ്റെ കാര്യം മുന്നേ പറഞ്ഞിട്ടുണ്ടേ. എടാ ഇതെന്താടാ നിങ്ങൾ തന്നെ കാണല്ലേടാ, ഒരു മാച്ച് സ്റ്റാർട്ട് എന്ത് പറ്റി? ഞാൻ റാങ്കല്ലേ ഇട്ടാ. എടാ ഇത് എനിക്ക് മാത്രമാണോ നിങ്ങൾക്കും ഉണ്ടാടാ? എടാ നിങ്ങൾ പറയട്ടാ, എനിക്ക് മാത്രമാണോ നിങ്ങൾക്കും ഉണ്ടാ? ഇതെന്ത് ലൊട്ടേടാ ഇത്? കളിയാക്കണ എടാ, ഇത് മാച്ച് അരമണിക്കൂറായി സ്റ്റാർട്ട് കൊടുത്തിട്ട് നിൽക്കാം. സ്കോഡിടാ ഏതെങ്കിലും റാൻഡം മൂന്നാൾ വരട്ടെ. സ്കോഡില്ലാതിനി തരുന്ന് ഫോട്ടോ നോ ആട്ടോ എയിമിങ്. അതൊക്കെ എന്തിനായിരുന്നു എനിക്ക് മറന്നുപോയല്ലോ മൊത്തത്തിൽ. മുട്ട ഇത് എനിക്കൊന്നും മനസ്സിലും ആവണില്ല കാര്യം. വെറുതെ എന്ത് ലോട്ട. എടാ ഇത് നമ്മളൊരു മാച്ച് ചെയ്യണം, ഇങ്ങനെയാണ് എന്തെന്തോന്നടാ ഇത് ലൊട്ട കാര്യം പറയാം. എന്താണിത്? എടാ ഇത് എന്തോന്നടാ ചാറ്റേ, ഇത് എന്തണ്ടി കണ്ട? അത് വെയിറ്റിംഗ് പോയിട്ട് ടു ലോങ്. എടാ ഇത് നിൽക്കേ. എടാ ഒരു നിൽക്കേ അണ്ടർ റാങ്ക് TDM പോവാം. അതാണ് ഇതിനൊക്കെ നിൽക്കുക TDM പോവാം. ഇത് വേണ്ട, ഒറിജിനൽ സാധനം. ഒറിജിനൽ ഇത് ഓക്കെയാണ്. ഇത് എടാ TDM പോവാം. ഈ TDM അല്ലേ ഡോമിനേഷൻ നിൽക്കേ. അസാൾട്ട് ഇത് കുറേ എണ്ണം കിടക്കണ കുണ്ണ. ആ TDM പോവാം. ബിഗിനിയറാണേ, അത് ആദ്യം ആലോചിച്ചോണേ. ബിഗിനിയറാണേ. എന്തൊരു കുണ്ണ ഇവിടെ കാണിക്കണേ. എടാ ഇത് കണ്ട, ഇപ്പോൾ 28 സെക്കൻഡിനകത്ത് എസ്റ്റിമിനേറ്റഡ് ടൈം ഒന്ന് കാണിച്ചിട്ടുണ്ട്. നോക്കാം. ആ കുണ്ണാപ്പഴത്തേക്ക് എത്തത്ത് വന്നിട്ടുണ്ടേ. ഇതൊക്കെ ഏത് ലൊട്ടാ? I don't know bro. I don't know who the lottas these. നോക്കാം. സൗണ്ട് വലിയ കുഴപ്പമുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞേക്കണം കേട്ടോ ചാറ്റിൽ കൂടെ. എടാ ഈ സ്ഥലം ഇവിടെ കയറി വന്നേക്കണം. ഇതെന്തോന്നാണിത്? ഈ മാപ്പാണ് പറയുന്നത്. എടാ ലോഡ് ഔട്ട് എവിടെ? എൻ്റെ ലോഡ് ഔട്ട് ഇതല്ലേ? എടാ എന്താണിത്? എടാ ഇതൊരു പ്രോപ്പർ തിരിച്ചുവരവായിട്ട് നോക്കില്ല കേട്ടോ, കാര്യം പറയില്ല. അങ്ങനെ അത് നിങ്ങൾ കൂട്ടണം, കാരണം വെച്ചാൽ പ്രോപ്പറായിട്ട് പറയത്തില്ല. എനിക്കിപ്പം ചിലപ്പോൾ സമയം കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് പ്രോപ്പർ ഞാൻ പറഞ്ഞില്ലേ. കളിക്കണം, ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്ക് എടുത്ത് കളിച്ചോണ്ടിരിക്കുക. അത് തന്നെ ഇടയ്ക്ക് കളിച്ചോണ്ടിരിക്കുക. അതാണ് നല്ലത്. എടാ കസ്റ്റ് വെച്ച് കൂടി ഇതെന്ത് ലൊട്ടാ? എടാ എൻ്റെ ഇതേതൊരു എടാ ഇതെന്ത് കസ്റ്റ് വെച്ച് കൂടി എടാ എൻ്റെ കസ്റ്റ് വെച്ച് കൂടി ഇതല്ല. എടാ ഇത് എന്ന് ഞാൻ കസ്റ്റ് വെച്ച് കൂടി ഇത് ചെയ്ത് ഇന്നത്തെ കസ്റ്റ് വെച്ച് കൂടി ലൊട്ട ഇതൊന്നും അല്ല ഇപ്പോഴത്തെ. എടാ ഇതെന്തൊരു സാധനം ഇങ്ങനെയൊക്കെ ഉണ്ടാ ഇപ്പം പുതിയ അപ്ഡേറ്റ്? എന്തൊരു സാധനം? പോടാലോട്ട്. എടാ പീക്കില്ലേ? ആ പീക്ക് ഇവിടെ. ഓ ജൈറോ ആയിരുന്നല്ലേ, ജൈറോ വെച്ച് കളിച്ചില്ല. എടാ റീലോഡായില്ലേ മുട്ടേ? കാര്യം പറയാല്ലേ, ഇതെന്ത് പൂർണ്ണയോട്. എൻ്റെ കസ്റ്റ് വെച്ചുകൂടി ആദ്യം എനിക്ക് ശേഷം പോയി മാറ്റണേ മുത്തേ. കാര്യം പോലെ എന്ത് കുണ്ണ ഇതല്ല എൻ്റെ വേറെ കസ്റ്റ് വെച്ചുകൂടി ഉണ്ടാ. ഇതല്ല നോക്കുന്നത്. നായിൻ്റെ മോൻ ഒന്നുമില്ല, അവൻ്റെ അച്ഛൻ്റെ നേരെടുത്ത് തന്നെ എറിഞ്ഞടാ നായി. ഈ ലോട്ട എടാ പീക്കൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. പീക്കൊക്കെ വെച്ച് കളിച്ചോല്ലോ. സെറ്റാണ് എടാ, സെറ്റാക്കപ്പെടാ.
എടാ അതിൻ്റെ അകത്ത് എടാ ഞാൻ പീക്ക് യൂസ് ചെയ്യാൻ മറന്നു കൊണ്ടാ. നോക്കട്ടെ. കുണ്ണാടാ അവൻ പീക്ക് ചെയ്തടിച്ചു തോന്നുന്നു കേട്ടോ എന്നെ. ഇത് എന്നെടുത്ത് എടാ ഇതിൻ്റെ അടുത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്താറുണ്ട്, നിങ്ങളത് മനസ്സിലാക്കണേ. എടാ എന്തോന്നില്ല ഒട്ട നോക്കട്ടെ. നോക്കട്ടെ എടാ നോക്കാം. എടാ എല്ല് പറയല്ലേ നോക്കട്ടെ. ബിഗിനിയറാണ്, അത് ആദ്യം മനസ്സിലാക്കണേ. ബിഗിനിയറാണ്. ഇവിടെ നീ ഉണ്ണയോളിയാടാ എടാ ഈ നായിൻ്റെ മോൻ ഇവിടെ വന്നിരിപ്പുണ്ടോ? എന്നെ കണ്ടില്ല. അവൻ്റെ അച്ഛൻ്റെ അണ്ടിയും തൂക്കി പിടിച്ച് മായിരി ലോട്ട. ഇത് ജൈറോ ഉണ്ടല്ലേ, ഞാൻ മറന്ന്. ജൈറോ ഒരു സാധനം സെറ്റാക്കുണ്ട് കേട്ടാ. ജൈറോ അതിൻ്റെ തോണല്ലേ എടാ ഇത് ഇല്ല നമ്മളെ ടീം എന്താണ് നടക്കണ ഇതിലിവിടെ ഇപ്പം. എടാ രണ്ട് കാര്യങ്ങൾ, ജൈറോ പിന്നെ അതേണ്ട എടാ അവിടെ കവറില്ലായിരുന്നടാ. ഞാൻ മയിലിൻ്റെ മോളിൽ ചുമ്മാ കയറി ലോട്ട. ഈ കവർ ഇവിടെയാണ്, ഇതിൻ്റെ അടുത്ത് ചാടണ ബട്ട മാറിക്കിടക്കണ്. ഇതൊക്കെ എന്ന് ഞാൻ സെറ്റാക്കി വെച്ചാൽ എനിക്ക് പോകാതില്ല. പുണ്ണകടുത്ത് എങ്ങാട്ട് ഞാൻ എടുത്ത് വയ്ക്കണം. എടുക്കൂടാ. കണ്ടേ എടാ 5 കില്ല. ബിഗിനിയറാണേ മുത്തേ. ബിഗിനിയർ 5 കില്ല മുത്തേ. സിംഗിൾ അണ്ടി. എടാ ഇതിൽ സിംഗിൾ കുണ്ണാന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? എടാ മൈര മോളിൽ കൂടെ ലൊട്ടേ. എടാ മോളിൽ കൂടെ ലൊട്ട വന്നേ. എടാ ഇതെന്തൊരു ഓട്ടോമാറ്റിക്കലി നടക്കണ മാറ ലൊട്ടേ. ഈ ലൊട്ട പൊണ്ടച്ചിമോ എവിടെ നിന്നെ അടിച്ചത്? ഉണ്ണ ഇവിടെ ഉണ്ട് ഉണ്ണ. എടാ ബാലൻസ് ഗ്രാഫിക്സ് എല്ലാം എടാ ബാലൻസ് കിടന്നിട്ട് ബാലൻസാണ് നല്ല. നമുക്കൊരു സ്മൂത്തി ഗെയിം പ്ലേ. യോ ലോട്ട. നോക്കാം എത്ര ഇല്ലേ? 5 കില്ല നോക്കാം. ഇതാര്? ടൈഗർ ഷെറോഫാ? ഇങ്ങനെ എന്തിൻ്റെ അകത്താണ്? ടൈഗർ ഷെറോഫിൻ്റെ അകത്ത് ഒന്നാളെ. അതിപ്പം ലോവർ ഗ്രാഫിക്സ് സെറ്റിങ്സ് മേ ഇംപ്രൂവ് ഗെയിം പ്ലേ സ്മൂത്ത്. ചേട്ടാ ബാലൻസ് കാണാറായിട്ടല്ലോട്ടെ. ബാലൻസ് ആയിട്ടേക്കണം. എന്നിട്ട് എന്ത് പറയണം ബാലൻസ് ഗ്രാഫിക്സ്. എടാ നിൽക്കുക ആ കസ്റ്റ് വെച്ചുകൂടി അവിടെ. എടാ വീക്കെൻഡിൽ പോകാത്തന്നേ. പോയിരുന്നെങ്കിൽ ഒരു ഫുൾ മാച്ച് നമ്മൾ ലൊട്ടായനെ. കാര്യം പറയല്ലേ. കസ്റ്റം ചാടണത് ഇവിടെ. ഇതൊക്കെ ഏത് കസ്റ്റം? വേൾഡ് വാർ ടി പി പരീന ടി പി. ഇതല്ലേ ഇപ്പോൾ കാണിച്ചാൽ ഇത് തന്നെ ഇതിൽ ചാടണം. പട്ടം 200 അടക്കട്ടെ. ഈ കുണ്ണൊക്കെ ഇങ്ങോട്ട്. ഇതെന്തരാണ് സാധനം? ഇതല്ല കേട്ടോ, ഇതല്ല. ഇതെനിക്കറിയാം. ആലോട്ട് അവിടെ കണ്ടോണ്ട് അതൊക്കെ എനിക്ക്. അപ്പം ഇവിടെ ഇത് കൂടെ ഞാണ്ട്. ഓക്കെ ഒരു ഇതൊക്കെ. അവിടെ ഇനി പീക്ക് എടുത്തിട്ട് അത് ശരിയാവൂല.
പീക്കിങ് ഇങ്ങനെ കിടന്നോട്ട്. എടാ ഇത് എല്ലാവരും ഇവിടെ കളിച്ചോ? അവിടെ ഒരു ട്രെയിനിങ് ഒന്ന് പോയി നോക്കട്ടെ. ട്രെയിനിങ് ഉണ്ടല്ലോ അത്. ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ എവിടെയാണ്? ട്രെയിനിങ് ഗ്രൗണ്ട്. ഇത് പിന്നെ വൈകില്ല. തൊട്ടടുത്ത സെക്കൻഡ് മാച്ച് സ്റ്റാർട്ടാണ് കുത്തേ. അതുകൊണ്ട് അത് പിന്നെ ലൊട്ടയില്ല. നോക്കാം. ടൂടും എടാ എന്ത് ട്രെയിനിങ് വരൂല ഈ ഗെയിം. എന്ത് വന്നു ഇതെന്ത് ഞാൻ നേരത്തെ വെച്ച്. എടാ നീ ഇപ്പോൾ 2 മിനിറ്റ് മുന്നേ ഒരു കസ്റ്റം മാറ്റി വെച്ചു. എടാ അരീന TPP ഇത് ഒന്ന് കോപ്പി ചെയ്തോട്ടെ. കോപ്പിയാണ് എങ്ങനെയാണ്? ഈ ലൊട്ട ഡോണ്ട് സേവ്. അയ്യോ പോയി. എനിക്ക് അരീന TPP പോയില്ല. ഒന്ന് കോപ്പിയാണ് എങ്ങനെയാണ്? ഇപ്പോൾ ക്വിക്ക് കോപ്പി അരീന TPP നിങ്ങളുടെ മുത്തേന്ന് പറയണ. എടാ ഇത് എന്ത് ലൊട്ടയടാ മായിരി. ഞാൻ ഇപ്പോൾ കണ്ടാ നിങ്ങൾ? എടാ എനിക്ക് ഇതല്ല മാറിപ്പോയി. ഇത് സേവ് ചെയ്യണ മോഡ് വെത്തേട് ഇതല്ല. TPP ക്വിക്ക് കോപ്പി അരീന TPP. ഓക്കെ കണ്ട സെറ്റ്. എന്തില്ല കടിച്ചു എനിക്ക്. അതവിടെ നിന്ന് മാറ്റണം. No. Okay. അങ്ങൊരു ബുള്ളറ്റ് പോവും. അവിടെ വേറെ കണ്ണ് എടുത്തോട്ടെ. ഇതിൻ്റെ അകത്ത് ഇതൊന്നും അല്ലടേ, വേറെ കണ്ണൊന്നും ഇല്ല. എന്തണ്ടി ഇത് അടുത്ത് എന്തിനാ ഇത് സെൻസിറ്റിവിറ്റി ഇതല്ലേ മറ്റേ ഇതിങ്ങനെ ഇതെന്തിനാണ് ഇത് പൊങ്ങിപ്പോണത്? എന്തിനായിരുന്നത്? അതും വിട്ടോയല്ലേ. കസ്റ്റമർ സെറ്റിങ്സ് പോയിട്ട് ഒബ്ജക്റ്റിവിറ്റി ഒക്കെ 50 കിടന്നോട്ട് അതിലൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ സൈസ് ഒരു 100 മതി. And ഇതൊരു 100.
69 70 70. എടാ ഒരു സെക്കൻഡ്, ഈ അണ്ടി മാത്രം ഞാൻ ഇത് കസ്റ്റമൈസ് ബട്ടൺ. ഓക്കെ, ഇവിടെ എന്ത് എണീക്കണം എങ്ങനെ ഇതിൻ്റെ ഇത് ബട്ടൺ. കണ്ണ് മാറ്റട്ടെ. ഇതെന്തോ അതിനിടയിലോട്ട, ഇതെന്തോ ഇങ്ങനെ നിൽക്കണം. പുറപ്പെടുന്നേ. എടാ നിൽക്കാൻ പറ്റാ, നിൽക്കാൻ ഈ പുണ്ട നീ വെയിറ്റാക്ക. സൗണ്ട് ഉണ്ടല്ലോ, സൗണ്ട് സീനിലല്ല. എടാ സൗണ്ട് സീനില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. നിങ്ങൾ സൗണ്ട് സീനില്ല. എടാ 34 മിനിറ്റാ ഡേ, സീരിയസ് ആയിട്ടാണ്. എടാ ഈ സിംഗിൾ ആവണല്ലോ ഒട്ടയാണ്ടാ എനിക്ക് പാട്. കാര്യം പറയും, സിംഗിൾ ആവണല്ലോ ഒട്ട അവിടെ അത് ഓഫ് ചെയ്ത് വയ്ക്കാൻ പറ്റുമോ? ഓട്ടോമാറ്റിക് മതി. എന്നിട്ട് സിംഗിൾ എനിക്ക് പെട്ടെന്നൊരു സമയത്ത് ഇത് ഉപയോഗപ്പെടും. എടാ ജൈറോ കിടന്നോട്ടല്ലേ, ജൈറോ ആൾവേസ് ജൈറോ, പക്ഷേ സ്പീഡ് വ്യത്യാസം. സെൻസിറ്റിവിറ്റി അല്ലേ, സെൻസിറ്റിവിറ്റി അല്ല, കസ്റ്റമൈസ് ഒന്നും ഇവിടെ വച്ചിട്ടുണ്ട്. ഹൈ സെൻസി മോസ്റ്റ് യൂസ്ഡ് സീസൺ എക്സ്പെർട്ട് സെൻസി. എടാ സീസൺ എക്സ്പെർട്ട് സെൻസി ഉപയോഗിച്ചോട്ടെ. കസ്റ്റ സെൻസി അവിടെ ഉണ്ടല്ല. അത് തന്നെ, ഇത് നോക്കാം. കണ്ട അത് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഈ മാർക്ക് അടിച്ചു നോക്കാം. കയറി പോകണ്ട കേട്ടോ. എനിക്ക് സെൻസി മോസ്റ്റ് യൂസ് നോക്കാം. ഓരോന്ന് വെച്ച് നോക്കാം. നോക്കട്ടെ, ഓരോന്നായിട്ട് വാങ്ങിച്ചോ. ഹൈ സെൻസിറ്റിവിറ്റി കുറച്ചൊക്കെ അവരിത് കാണുന്നുണ്ട്. കസ്റ്റം കിടന്നോട്ട്, അതിൻ്റെ സെൻസിറ്റിവിറ്റി കിടന്നോട്ട്. കൂടെ മോളില്ല. അയ്യോ മയിരിപ്പം പോയനെ. കസ്റ്റം പിന്നെ ഗ്രാഫിക്സ് കൺട്രോളിൽ പോയിട്ട് അഡ്വാൻസിൽ കണ്ടിന്യൂസ്ലി ഇതിലെവിടെ പറഞ്ഞ ഉണ്ടായിരുന്നില്ല. അവിടെ സെൻസി ആൾവേസ് നമുക്ക് ആൾവേസ് ഓൺ സെൻസി കിട്ടുന്നുണ്ട്. യെല്ലോ ഡബ്ല്യു നമുക്ക് ആഫ്റ്റർ മാച്ച് അറിയാൻ പറ്റും. ഇത് യെല്ലോ ഡബ്ല്യു എനിക്ക് അറിയാൻ പറ്റണം. അവിടെ സെൻസിറ്റിവിറ്റി അല്ല മറ്റേ ജൈറോ. നോക്കാടാ, ഇത് പറയത്തില്ല, നമ്മൾ ഇപ്പോഴെല്ലാം കളിക്കാനുള്ളതാണ്. നോക്കാം. ഇതെന്തൊരു പറ്റി, കാറിന് എന്ത് പറ്റി, സീനാക്കിയേ. ഞാൻ അടിച്ച് പിടിച്ചാണ് ഇതെടുത്തോണ്ട് പോവാം.
എടാ എന്ത് ബട്ടണൊന്നും വർക്കാവില്ലടാ. എടാ ഞാൻ ഇത് ഞെക്കൊണ്ടാ വലത്തോട്ട് വരണില്ല. എന്ത് എടാ വലത്തോട്ടുള്ള ബട്ടൺ വർക്കാവണില്ല. കണ്ട എടാ എടാ മുത്തേ വലത്തോട്ടുള്ള ബട്ടൺ വർക്കാവുന്നുണ്ട്. ഞാൻ ഇപ്പം ഇറങ്ങണം എങ്ങനെയില്ല? ഇറങ്ങാൻ ഓപ്ഷൻ ഇല്ലേ ഗെയിമിൽ നിന്ന്? എങ്ങനെ ഇറങ്ങ? എടാ ഇറങ്ങാം. ആ ഇവിടെ ഇതല്ലല്ല, പാട്ടൊക്കെ ഇട്ട് ഓടിക്കാൻ പറ്റും. ഓ എക്സിറ്റ് ഇവിടെ ഉണ്ടായിരുന്നില്ല. താനനാനനാന എടാ വണ്ടി ഞാൻ ഓടിച്ചിട്ട് വളഞ്ഞില്ല. നിങ്ങൾ കണ്ടായിരുന്നു വണ്ടി ഞാൻ കുറേ വളയ്ക്കാൻ നോക്കി. വണ്ടി വളഞ്ഞു പോണില്ല. വലത്തോട്ട് വളച്ചിട്ട് വളരെ വളയല്ല. സീനാണെന്ന്. എടാ ഈ ഗെയിമിന് കളിക്കാനും മാത്രം പറ്റൂലെന്ന് തോന്നുന്നു. എടാ നോക്കാമേ. എടാ ഞാൻ ഇത് പൂർണ്ണമായിട്ട് പറയണ്ട. കാരണം ചെയ്യേണ്ടി ഒരു പക്ഷേ ഈ ഗെയിം എന്തെങ്കിലും കളിക്കാൻ പറ്റാത്ത രീതിയിൽ മറ്റേ സ്റ്റക്ക ലാഗ ഒരുപാട് സീൻ അങ്ങനെ വരുവാണെങ്കിൽ എന്നുവെച്ചാൽ എൻ്റെ വേറെ കുറേ ഗെയിം കിടപ്പുണ്ട്, കളയാൻ പറ്റുന്ന ചില ഗെയിം കിടപ്പുണ്ട്. CP ഒന്നും എടുത്ത് കളയത്തില്ല. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് നോക്കാം, എടുത്ത് കളയേണ്ട ഒരു അവസ്ഥ വേണമെങ്കിൽ അപ്പോൾ ചിലപ്പോൾ കളയേണ്ടി വരും. അതുകൊണ്ട് പ്രോപ്പർ എന്ന് ഞാൻ പറഞ്ഞില്ല. തുടക്കം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പ്രോപ്പർ എന്ന് പറഞ്ഞില്ല. ചിലപ്പോൾ കളിക്കും. അത് ഒരു ഉറപ്പ് ഞാൻ പറയണില്ല. ഉറപ്പ് പറയണ്ട. ഉറപ്പ് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല. വണ്ടി രണ്ടാമത്തെ എന്തായാലും ഇനി ഈ സ്കിൻ ഈ സ്കാർ അയ്യോ ഒന്നും പറ്റില്ല. അതിൻ്റെ മറ്റേ നോക്കണം എങ്ങനെയാണ് അതിൻ്റെ അകത്ത് മുഖം കാണിച്ചു തരണം എങ്ങനെയാണ്? എനിക്ക് ഇമോട്ട് ഇടുമ്പോൾ പറ്റുമായിരിക്കും അല്ലേ? അത് ഇമോട്ട് ഇടണം എങ്ങനെയാണ്? എടാ കണ്ടല്ല എടാ എന്താ അണ്ടി മുഖം കണ്ട ഈ സ്കാർഫ് കണ്ടല്ലോ സെറ്റല്ലേ ഇത്. ഇപ്പം ലുക്ക് ഒരു വിധം കുഴപ്പമില്ല അല്ലേ? ലുക്ക് ഒരു നൈസ് ലുക്കായി. മുടിയും കുഴപ്പമില്ല. ഇതെന്തിനാണ് സാധനം? ഷൂട്ടിംഗ് റേഞ്ചിലോട്ടല്ലേ പോയിക്കൊണ്ടിരിക്കണം. ആ ഷൂട്ടിംഗ് ഇതെന്തൊരു സാധനം? ഇത്തിരി പാർക്കോർ എന്തോന്ന് ചാടിക്കാരന്. ഓ മനസ്സിലായി. എടാ കത്തി സംഭവം കത്തി. എടാ ബാലൻസ് ഇട്ടിട്ട് നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. കേട്ടോ ഗ്രാഫിക്സ് ഒക്കെ തീ തന്നെ, അതിലൊന്നും സംശയമില്ല. വേഗടിയിട്ട് അങ്ങനെ PUBG പിന്നെ ഗ്രാഫിക്സ് എല്ലായിരിക്കും. WR വാട്ട് എന്നാൽ ഭൂമി എന്നെ കാണിച്ചാണ്ട് ഞാനും മറ്റേ ലട്ട അവനും കൂടെ ക്യാപ്റ്റനും മറ്റേ കാട്ടർ വ്യൂടെ ഒക്കെ നമ്മൾ പോയില്ല ആ സമയത്തൊക്കെ WR. എടാ തൽക്കാലം ഇറങ്ങുവാണ്. ഇനി മറ്റേ ഗെയിമിൻ്റെ ആരും തീർപ്പാകട്ടെ പോയി. നിങ്ങൾ കാണാൻ താല്പര്യമുണ്ട് കണ്ടോ. എല്ലാവർക്കും ആ ഗെയിം അത്ര ഇഷ്ടമൊന്നുമല്ല. ജസ്റ്റ് ഞാൻ കളിച്ച് ഒരു ഏകദേശം എൻഡിലോട്ട് വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ ഗെയിം ഒന്ന് പോയി ഫിനിഷ് ആക്കാറായെന്ന് തോന്നണം. എന്തായാലും പോയി നോക്കാം ഗെയിമിലോട്ടൊന്ന്.